ഹായ് ജിനു. നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പകാലത്തെ ടോയ്സ് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ്സിൽ എഴുതണേ. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തിലെ ടോയ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് തന്നെ വല്ല പെരുന്നാളിനോ ഉത്സവത്തിനോ ഒക്കെ പോകുമ്പോഴാണ് ഒരു ടോയ് നമുക്ക് പേരൻസ് വാങ്ങിച്ചു തരുന്നത് അല്ലേ? അപ്പോൾ ആ ടോയ് ആണ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, നമുക്ക് അങ്ങ് ഭയങ്കര സന്തോഷം. അത് വെച്ച് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ കളിക്കുകയും അത് കുറേ നാൾ അത് വെച്ച് നമ്മൾ കളിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പയ്യനെ അത് അങ്ങോട്ട് അഴിക്കാൻ തുടങ്ങും. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ സ്ക്രൂ അതെങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഓടുന്നത്, ഇതൊക്കെ നമ്മളൊരു ആങ്സൈറ്റിയും ക്യൂരിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്ന് അഴിക്കാനായിട്ട് നോക്കും അല്ലേ? അപ്പോൾ അഴിക്കാൻ നോക്കുമ്പോൾ പേരൻസ് നമ്മളെ വഴക്ക് പറയും. പേരൻസ് വഴക്ക് പറയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ പയ്യനെ ആ ടോയ് ഒക്കെ എടുത്തുകൊണ്ട് ഒരു മുറി പോയി പാത്തിരുന്ന് ഇതൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഇതിനകത്ത് എന്തുവാ നടക്കുന്നത്, പ്രവർത്തനം എന്താണെന്നൊക്കെ നോക്കും. അതുപോലെ തന്നെ അഴിച്ച പാർട്സ് വെച്ച് നമ്മൾ കളിക്കാനൊക്കെ നോക്കും അല്ലേ? ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് നമുക്ക് അതിനകത്ത് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോയ് മാത്രമേ ഉള്ളൂ, ഇനി അടുത്ത ടോയ് കിട്ടുന്നവരെ നമുക്ക് അതേ കളിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ പേഷ്യൻസ് ആണ് അവിടെ പഠിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ ബെസ്റ്റ് ടോയ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടോയ് ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പേരൻസ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിക്കാതെയും ചോദിച്ചും നമ്മൾ ഇഷ്ടംപോലെ ടോയ്സ് ആണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് കാരണം അവർക്ക് ആ ടോയ്സിനെ പറ്റി ഒരു വാല്യൂ ഇല്ല. ഇപ്പം നമുക്കറിയാം, പേരൻസ് ഒരു കുട്ടിയുള്ള പേരൻസ് ആണെങ്കിലും 2 BHK മതി അവർക്ക്. ഇപ്പോൾ അവരങ്ങനല്ല, 3 BHK ആണ് നമ്മൾ വീട് വാങ്ങിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു റൂം നിറച്ച് ടോയ്സും കൊണ്ട് നിറച്ചിട്ടേക്കാണ്. അപ്പോൾ ടോയ്സ് കാരണം കുഞ്ഞിന് നമ്മൾ പറയും അവർ ടോയ്സ് അവിടെ ഇരുന്നോട്ട് അവിടെ കളിച്ചോട്ടെ എന്ന് പറയും. പക്ഷേ ആ കുഞ്ഞ് എത്ര നേരം ആ മുറിയിൽ ഇരിക്കുന്നു എന്നുള്ളതും കൂടെ നമുക്ക് നോക്കേണ്ട കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ അതിങ്ങ് പോരും. അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഓരോ സാധനത്തിനും വാല്യൂ ഇല്ലാതെ പോവാണ്. ഇപ്പോൾ ഒരു പെൻസിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കും? പെൻസിൽ ബോക്സ് വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ അങ്ങനെ ചെയ്യാതെ കുഞ്ഞ് പെൻസിൽ ചോദിക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ടോയ്സിൻ്റെ വാല്യൂ അറിയാതെ ഇങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ നമ്മളോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, എനിക്ക് ഐഫോൺ വാങ്ങിച്ചു തന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിൽ അവരെത്തുകയാണ്. നമ്മൾ പറയുന്നവർ കേൾക്കുന്നില്ല. അതുപോലെ ഒരു 10th 12th എത്തുമ്പോഴത്തേക്ക് അവർക്ക് വലിയ വലിയ ബൈക്സ് വേണം, കാറ് വേണം, ഇങ്ങനെയുള്ളതൊക്കെ നമ്മളോട് ഇങ്ങോട്ട്. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും ഒന്നും തന്നെ അവർ നോക്കാതെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ വീട്ടിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞു വളർത്തുക. നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ പേരൻസ് കഷ്ടപ്പാട് അനുഭവിച്ചെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കരുത് എന്ന ഉദ്ദേശമാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ആ ചെറിയ പ്രായത്തിൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായമായി കഴിഞ്ഞാൽ അതുങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് നിങ്ങൾ